അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സോയ ചങ്ക്സ് വെച്ചൊരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. സോയ 65 എന്നാണ് അതിന്റെ പേര്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത സോയയാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടിയെ എല്ലാം കൂടെ എല്ലായിടത്തും നല്ല രീതിയിൽ ഒന്ന് പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കുറച്ച് കോൺഫ്ലവർ പൗഡറും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ മാവ് ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചൂടായി വരുമ്പോഴേക്കും അതിൻ്റെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓരോ സോയ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് മുരിയിച്ചെടുക്കാം. എല്ലാ സൈഡും നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല രീതിയിലൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി വേറെ ബൗളിലേക്ക് മാറ്റി വെക്കാം. ഒത്തിരി ഒന്ന് കരിഞ്ഞു പോകാതെ നോക്കണം. നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു പാൻ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ആ വറുത്ത എണ്ണയ്ക്കകത്തുനിന്ന് തുള്ളി എണ്ണ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2-3 പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. 4 മണിക്ക് ചായയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം.